വെൽക്കം ടു മൂവി ബ്രാൻഡ്. 2 ദിവസം മുൻപായിരുന്നു മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന്റെ 64-ാം പിറന്നാൾ ആഘോഷിച്ചത്. സിനിമാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർക്കൊപ്പം ലോകമെമ്പാടുമുള്ള ആരാധകരും അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ച് എത്തിയിരുന്നു. പിറന്നാളിന് തലേദിവസം മുതൽ സോഷ്യൽ മീഡിയയിലെല്ലാം മോഹൻലാലിന്റെ ഫോട്ടോയും മാഷപ്പ് വീഡിയോകളും കൊണ്ട് നിറഞ്ഞിരുന്നു. ഭാര്യയ്ക്കും വളരെ അടുത്ത സുഹൃത്തുക്കൾക്കുമൊപ്പം ചെന്നൈയിലെ വീട്ടിലായിരുന്നു താരരാജാവിന്റെ പിറന്നാൾ ആഘോഷം. പിറന്നാൾ കേക്ക് നൽകുന്ന ഭാര്യ സുചിത്രയെ വീഡിയോയിൽ കാണാം. മോഹൻലാലിന്റെ ഫോട്ടോ പതിപ്പിച്ച മനോഹരമായ കേക്കാണ് സുഹൃത്തുക്കൾ താരത്തിനായി ഒരുക്കിയിരിക്കുന്നത്. അതേസമയം മലയാളത്തിന്റെ പ്രിയ നടന് ആശംസകൾ അറിയിച്ച് നിരവധി താരങ്ങളും രംഗത്തെത്തിയിരുന്നു. മോഹൻലാൽ ഫാൻസിനു മുൻപ് ആശംസ അറിയിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ പോസ്റ്റാണ് ആദ്യം എത്തിയത്. പതിവ് തെറ്റിക്കാതെ കൃത്യം 12 മണിക്ക് തന്നെ മമ്മൂട്ടി പിറന്നാൾ ആശംസകൾ പങ്കുവച്ചിരുന്നു. മോഹൻലാലിന് സ്നേഹ ചുംബനം നൽകുന്ന ചിത്രത്തിനൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ ആശംസ. മമ്മൂട്ടിയെ കൂടാതെ മഞ്ജു വാര്യർ, സുരേഷ് ഗോപി, ടൊവിനോ തോമസ്, ദിലീപ് ഉൾപ്പെടെയുള്ളവരും ആശംസ അറിയിച്ച് ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. പ്രിയ താരത്തിന് പിറന്നാൾ ആശംസകൾ നേർന്നവരുടെ കൂട്ടത്തിൽ അന്തരിച്ച സംവിധായകൻ പത്മരാജന്റെ മകൻ അനന്ത പത്മനാഭനുമുണ്ട്. മോഹൻലാലുമായും അദ്ദേഹത്തിന്റെ അമ്മ ശാന്താകുമാരിയുമായും തനിക്കും കുടുംബത്തിനുമുള്ള ആത്മബന്ധത്തെക്കുറിച്ച് കുറിപ്പിൽ അനന്ത പത്മനാഭൻ എഴുതി. കഴിഞ്ഞ ആഴ്ചയും അമ്മ കൊച്ചിയിൽ വന്നപ്പോൾ എളമക്കര ശ്രീ ഗണേശിൽ പോയിരുന്നു. ശാന്ത ആന്റിയെ കണ്ടിരുന്നു. അമ്മ ഇവിടെ വരുമ്പോഴൊക്കെ പോവും. 6 വർഷം മുൻപ് 80-ാം പിറന്നാളിന് ക്ഷണിക്കപ്പെട്ട 3 സതീർത്ഥ്യകളിൽ ഒന്ന് അമ്മയായിരുന്നു. 5 മാസം മുൻപ് കണ്ടതിനേക്കാൾ ഉല്ലാസവതയായിരിക്കുന്നു ശാന്ത ആന്റി. രഘുപതി രാഘവ രാജാറാം പാടി. കുറെ ചിരിച്ചു. ഇടയ്ക്ക് ഇറങ്ങാം അമ്മയെന്ന് പറഞ്ഞപ്പോൾ അനങ്ങിപ്പോവരുതെന്ന് കാണിച്ച് തമാശയ്ക്ക് എന്നെ തല്ലാൻ കൈ ഉയർത്തി. എത്ര തമാശകൾ പറഞ്ഞിരുന്ന ആളാണ്. മകന്റെ അരുമയുള്ള കുസൃതിയുടെ ഉറവിടം ഇതാ എന്ന് പിന്നെയും മനസ്സിൽ പറഞ്ഞു. കുറെ പലഹാരങ്ങൾ കഴിപ്പിച്ചു. കൈ പിടിച്ച് ഉമ്മ വെച്ചു. പടി വരെ വന്ന് യാത്രയാക്കി. ചിത്രങ്ങൾ പുറത്തു കൊടുക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അത് ചെയ്യുന്നില്ല. ഇറങ്ങുമ്പോൾ ഓർത്തു, എത്ര സൗഭാഗ്യവതിയായ അമ്മ, ആ സുഹൃതിയായ മകന്. പ്രിയപ്പെട്ട ലാലേട്ടന് ഇനിയും ഒത്തിരി പിറന്നാളുകൾ നേരുന്നു എന്നായിരുന്നു അനന്ത പത്മനാഭന്റെ കുറിപ്പ്. അമ്മ എന്നാൽ ജീവനാണ് മോഹൻലാൽ എന്ന വ്യക്തി. അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്നത് മലയാളികൾ കണ്ടിട്ടുള്ളതാണ്. അഭിമുഖങ്ങളിൽ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് വളരെ ചുരുക്കം വാക്കുകളിൽ ഒതുക്കുകയാണ് താരരാജാവിന്റെ പതിവെങ്കിലും അദ്ദേഹത്തിന്റെ അമ്മ നമുക്ക് സുപരിചിതയാണ്. പ്രായത്തിൻ്റെതായ അവശതകൾ മൂലം താരത്തിന്റെ അമ്മ ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ്. തണലും തണുപ്പുമേകുന്ന ആൽമരം പോലെയാണ് അമ്മമാർ. ഓരോ തവണയും തളരുമ്പോൾ ഞാൻ ആ മാറിലേക്ക് മനസ്സുകൊണ്ട് മുഖം ചേർത്ത് വെക്കും. അവിടെ സ്നേഹത്തിന്റെ പാലാഴി ഇരമ്പുന്നത് കേൾക്കും. ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ എല്ലാ അമ്മമാരും ഒരുപോലെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ചായ കൊണ്ടും സ്നേഹം കൊണ്ടും എല്ലാം എൻ്റെ ഏറ്റവും ലോലമായ മാനസിക ഭാവങ്ങൾ പോലും തൊട്ടറിയാൻ എൻ്റെ അമ്മയ്ക്ക് സാധിക്കും. എൻ്റെ മനസ്സൊന്ന് നൂലിട മാറിയാൽ മതി, വേദനിച്ചാൽ മതി. അമ്മ കൃത്യമായി ചോദിക്കും, എന്ത് പറ്റി മക്കളെ എന്ന്. എന്തേ ലാലു എന്ന്. അമ്മ എനിക്ക് വാക്കുകൾക്ക് അതീതമായ ഒരു അനുഭവമാണ് എന്നാണ് മോഹൻലാൽ അടുത്തിടെ മാതൃദിനത്തിൽ അമ്മയെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത്. 2007-ലാണ് മോഹൻലാലിന്റെ അച്ഛൻ വിശ്വനാഥൻ നായർ മരിക്കുന്നത്. മോഹൻലാലിന്റെ ജ്യേഷ്ഠ സഹോദരൻ പ്യാരിലാലും 2000-ൽ മരണപ്പെട്ടിരുന്നു. അച്ഛൻ വിശ്വനാഥൻ നായരുടെയും അമ്മ ശാന്താകുമാരിയുടെയും പേരിൽ ആരംഭിച്ച വിശ്വശാന്തി ഫൗണ്ടേഷനിലൂടെ നിരവധി സേവനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നുണ്ട് മോഹൻലാൽ.